ലോകം ഇന്നൊരു വല്ലാത്ത അവസ്ഥയിലാണ്. ഒരു വശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ബിസിനസ് ബുദ്ധി ഉപയോഗിച്ച് ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ $10 ബില്യൺ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നു. അതിനിടയിൽ പരാഗ്വേ പ്രസിഡന്റിനെ ട്രോളി അദ്ദേഹം തമാശകൾ പടർത്തുന്നു. മറുവശത്ത് ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിന് പകരം താരി റഹ്മാൻ എന്ന രാഷ്ട്രീയ കരുത്തൻ അധികാരമേൽക്കുമ്പോൾ ഇന്ത്യ അവിടെ ഒരു പുതിയ നയതന്ത്ര കളി തുടങ്ങുകയാണ്. ഇങ്ങ് ബ്രിട്ടനിലാകട്ടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാജകുമാരൻ പോലീസ് കസ്റ്റഡിയിൽ പോയിരിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം മുകളിൽ പശ്ചിമേഷ്യയിലെ സഹോദരങ്ങളായ സൗദി അറേബ്യയും UAEയും ഇപ്പോൾ പരസ്യമായ ഒരു അധികാര വടംവലിയിലാണ്. ലോകരാഷ്ട്രീയത്തിലെ ഈ വമ്പൻ സംഭവങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാളെ ബാധിക്കാൻ പോകുന്നത് പരിശോധിക്കാം. വെൽക്കം ടു ലോക. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്, ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു കാര്യമാണ്: ഡൊണാൾഡ് ട്രംപിന്റെ ബോർഡ് ഓഫ് പീസ്. അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് തിരിച്ചെത്തിയ ശേഷം ലോകത്തിന്റെ സമാധാനം തന്റെ കയ്യിലാണെന്ന് തെളിയിക്കാനുള്ള ആദ്യത്തെ വമ്പൻ പടിയായിരുന്നു ഇത്. വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസിന്റെ ഫസ്റ്റ് മീറ്റിംഗിൽ വമ്പൻ സംഭവങ്ങളാണ് നടന്നത്. ചിലർക്ക് വലിയ പ്രതീക്ഷ, ചിലർക്കാണെങ്കിൽ വല്ലാത്തൊരു പേടി. ചോദ്യങ്ങളും സംശയങ്ങളും നിരവധിയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് അവിടെ എന്ത് സംഭവിച്ചു? സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ ഈ പുതിയ ബോർഡിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഗാസയിലെ യുദ്ധം നിർത്താൻ ട്രംപ് എന്ത് വജ്രായുധമാണ് പ്രയോഗിക്കുന്നത്? ഗസയിൽ സമാധാനവും ക്രമസമാധാനവും തിരികെ കൊണ്ടുവരുന്നതിൽ താൻ വലിയ പുരോഗതി കൈവരിച്ചുവെന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ ഒരു വലിയ പൊരുത്തക്കേടുണ്ട്. ആരുടെ നാട്ടിലാണോ സമാധാനം കൊണ്ടുവരേണ്ടത് ആ പലസ്തീൻ ജനതയ്ക്ക് അവിടെ ഔദ്യോഗികമായ പ്രതിനിധികളില്ല. അതുകൊണ്ട് തന്നെ പലസ്തീനികൾ ഈ നീക്കത്തെ വളരെ സംശയത്തോടെയാണ് നോക്കുന്നത്. ട്രംപ് ശരിക്കും സമാധാനമാണോ അതോ മറ്റൊരു ബിസിനസ് ഡീലാണോ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്? നോക്കാം. എന്താണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് ആദ്യം മനസ്സിലാക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ലോകത്തെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് മുൻകൈയെടുത്ത് ഉണ്ടാക്കിയ ഒരു പുതിയ സമിതിയാണിത്. ഗ്ലോബൽ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഗസയിൽ സമാധാനം കൊണ്ടുവരാൻ, ഗസയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പല രാജ്യങ്ങളിൽ നിന്നും വമ്പൻ പണമിടപാടുകളും പ്ലെഡ്ജസ്, അതായത് വാഗ്ദാനങ്ങളും ട്രംപ് ഈ മീറ്റിംഗിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ രീതി നമുക്കറിയാവുന്നതാണ്. വെറും ചർച്ചയല്ല, പകരം ബിസിനസ് സ്റ്റൈലിലുള്ള ഡീലുകളാണ് അദ്ദേഹം നോക്കുന്നത്. പക്ഷേ ഈ ബോർഡ് ഓഫ് പീസ് എല്ലാവർക്കും അത്ര ദഹിച്ചിട്ടില്ല. മറ്റൊരു മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപിന്റെ പല പഴയ സഖ്യകക്ഷികളും ഈ നീക്കത്തിൽ അല്പം കൺഫ്യൂഷനിലാണ്. അവരൊക്കെ ഈ പുതിയ ബോർഡിനെ അല്പം സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. കാരണം ഐക്യരാഷ്ട്രസഭയെ പോലെയുള്ള വലിയ സംഘടനകളെ മാറ്റി നിർത്തിക്കൊണ്ട് ട്രംപ് സ്വന്തമായ ഒരു സമാധാന സമിതി ഉണ്ടാക്കുന്നത് ലോകക്രമത്തെ തന്നെ മാറ്റിയേക്കാം. ഈ നീക്കം ശരിയാണോ എന്നാണ് പലരുടെയും ചോദ്യം. എങ്കിലും ട്രംപിന്റെ കോൺഫിഡൻസ് വേറെ ലെവലാണ്. അതെ, ട്രംപിന്റെ പ്ലാൻ സ്ട്രെയിറ്റ് ആണ്. തന്റെ നേതൃത്വത്തിൽ ലോകത്ത് സമാധാനം വരണം. അതിന് പണം നൽകാൻ തയ്യാറുള്ളവർക്ക് മുൻഗണന നൽകും. വാഷിംഗ്ടണിലെ യോഗത്തിൽ ട്രംപ് തന്റെ സ്വഭാവം അനുസരിച്ച് വളരെ കോൺഫിഡന്റ് ആയിരുന്നു. ഗസയിൽ കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിലാണെന്നും സമാധാനം തൊട്ടടുത്താണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഏകദേശം $17 ബില്യൺ അമേരിക്കയുടെ $10 ബില്യൺ ഉൾപ്പെടെയുള്ള ഗസയുടെ പുനർനിർമ്മാണത്തിനായി ബോർഡ് ഓഫ് പീസ് സമാഹരിച്ചു കഴിഞ്ഞു. ഇന്തോനേഷ്യയും മൊറോക്കോയും ഉൾപ്പെടെ 5 രാജ്യങ്ങൾ സമാധാന സേനയെ അയക്കാൻ സമ്മതിച്ചു കഴിഞ്ഞു. പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ്. മദർഷിപ്പ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഈ ചർച്ചകളിൽ ഒന്നിലും പലസ്തീൻ നേതാക്കൾക്ക് സീറ്റില്ല. ഞങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഞങ്ങളില്ലാതെയാണോ എന്നാണ് പലസ്തീനികളുടെ ചോദ്യം. ഇത് വെറും ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് പോലെയാണോ ട്രംപ് കാണുന്നത് എന്ന ഭയം അവർക്കുണ്ട്. പലസ്തീനികൾക്കിടയിൽ ഈ ബോർഡിനോട് വല്ലാത്തൊരു അവിശ്വാസം നിലനിൽക്കുന്നു. ഇനി നമുക്ക് എന്താണ് ഈ ബോർഡ് ഓഫ് പീസിന്റെ ലക്ഷ്യമെന്നൊന്ന് മനസ്സിലാക്കാം. ഇതൊരു പുതിയ തരം ഗ്ലോബൽ ഗവർണൻസ് ആണ്. ചാർട്ടർ പ്രകാരം ഈ ബോർഡിൽ സ്ഥിര അംഗത്വം വേണമെങ്കിൽ ഒരു രാജ്യം $1 ബില്യൺ നൽകണം. ഇത് സമാധാനമാണോ അതോ ഒരു മെമ്പർഷിപ്പ് ക്ലബാണോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ ഈ പുതിയ സംവിധാനത്തെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു സാമ്പത്തിക പവർ ഹൗസ് ആയിട്ടാണ് കാണുന്നത്. ഗസയിലെ തകർന്നുപോയ കെട്ടിടങ്ങൾക്കും റോഡുകൾക്കും പകരം ന്യൂ ഗാസ പണിയാൻ ട്രംപ് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ പലസ്തീനികൾ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടത് പുതിയ സിറ്റികളല്ല, ഞങ്ങളുടെ മണ്ണും സ്വാതന്ത്ര്യവുമാണ് എന്നാണ്. ഈ വൈരുദ്ധ്യമാണ് ട്രംപിന്റെ പ്ലാനിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ കാര്യം നോക്കാം. ഇന്ത്യ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. ഇന്ത്യ വളരെ ബുദ്ധിപരമായ ഒരു നീക്കമാണ് നടത്തിയത്. ഒരു ഒബ്സർവർ ആയിട്ടാണ് ഇന്ത്യ അവിടെ ഇരുന്നത്. അതായത് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നോക്കാനും പഠിക്കാനും മാത്രം. കാര്യങ്ങൾ കേൾക്കും, പക്ഷെ ഒരു കരാറിലും ഉടൻ ഒപ്പിടില്ല. നേരിട്ട് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ഇന്ത്യ നിൽക്കുന്നില്ല. ഇത് ഇന്ത്യയുടെ വമ്പൻ ഡിപ്ലോമസിയാണ്. അമേരിക്കയുമായി നല്ല ബന്ധം വേണം. അതേസമയം തന്നെ റഷ്യയും മറ്റു രാജ്യങ്ങളുമായുള്ള നമ്മുടെ ബന്ധത്തിന് പോറലേൽക്കാനും പാടില്ല. ഇന്ത്യയുടെ ഈ ഒരു സൈലന്റ് ആയ നീക്കം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ട്രംപിന്റെ ഈ പുതിയ സമാധാന സമിതി ഐക്യരാഷ്ട്രസഭയ്ക്ക് പകരമാകുമോ എന്ന് പേടി പല യൂറോപ്യൻ രാജ്യങ്ങൾക്കുമുണ്ട്.
ട്രംപിന്റെ പല തീരുമാനങ്ങളും പെട്ടെന്നുള്ളതായതുകൊണ്ട് തന്നെ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വരും വരായികൾ നോക്കി മാത്രമേ മുന്നോട്ട് പോകൂ. ഇനി നമുക്ക് പാകിസ്ഥാന്റെ കാര്യത്തിലേക്ക് വരാം. കുറച്ച് തമാശ കലർന്ന കാര്യമാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന് ഇവിടെ കുറച്ചധികം നാണക്കേട് നേരിട്ടു. ഒന്ന്, ഔദ്യോഗിക രേഖകളിൽ വന്ന വമ്പൻ അക്ഷരത്തെറ്റുകളാണ്. രണ്ടാമത്, മീറ്റിംഗിൽ ഷെരീഫിനെ അല്പം മാറ്റി നിർത്തി ഒരു സൈഡ് ലൈൻ ചെയ്ത സാഹചര്യമുണ്ടായിരുന്നു. ട്രംപിന് താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം ലഭിച്ചപ്പോൾ പാകിസ്ഥാൻ അവിടെ വെറും ഒരു കാഴ്ചക്കാരനായി മാറി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന പാകിസ്ഥാന് ട്രംപിന്റെ ഈ ഒരു പുതിയ ബോർഡിൽ വലിയ പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തുടക്കം അത്ര സുഖകരമായിരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊരു പത്രത്തിന്റെ റിപ്പോർട്ട് നോക്കിയാൽ കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷയെക്കുറിച്ചും ട്രംപ് ചർച്ച ചെയ്തതായി കാണാം. നോർത്ത് കൊറിയയെ ട്രംപ് എങ്ങനെ മെരുക്കും എന്നത് എല്ലാവർക്കും വലിയൊരു കൗതുകമാണ്. ഫെബ്രുവരി 20 പുറത്തു വന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ പ്രകാരം ഈ ബോർഡ് ഓഫ് പീസ് വെറും ഒരു ചർച്ചാവേദിയല്ല, മറിച്ച് സാമ്പത്തിക സഹായങ്ങളും മറ്റും ഉപയോഗിച്ച് ലോകത്തെ വരുതിയിലാക്കാനുള്ള ട്രംപിന്റെ പുതിയ ആയുധമാണ്. പണം നൽകുന്നവർക്ക് ട്രംപ് പരിഗണന നൽകും, അല്ലാത്തവർക്ക് പണി കൊടുക്കും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ അനലൈസ് ചെയ്താൽ മനസ്സിലാകുന്നത് ട്രംപ് ഇസ് ബാക്ക് ഇൻ ഫുൾ ഫോം എന്ന് തന്നെയാണ്. ലോകരാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങൾ വരാൻ പോകുന്നു. ഗസയിലെ യുദ്ധം അവസാനിച്ചാൽ അത് ട്രംപിന് വലിയൊരു വിജയം തന്നെയായിരിക്കും. പക്ഷേ ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ വളരെ കരുതലോടെയാണ് നീങ്ങുന്നത്. അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ നമ്മുടെ രാജ്യത്തെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപ് തന്റെ വമ്പൻ ഡിപ്ലോമസിയുമായി കളിക്കളത്തിലുണ്ട്. പണം കൊണ്ടും സൈനിക ശക്തി കൊണ്ടും സമാധാനം കൊണ്ടുവരാമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. പക്ഷേ പലസ്തീനികളെ ഉൾപ്പെടുത്താതെ ഗസയിൽ ഒരു മാറ്റവും സാധ്യമല്ല എന്ന് ലോകരാജ്യങ്ങൾക്കും അറിയാം. ട്രംപിന്റെ ഈ ബോർഡ് ഓഫ് പീസ് ചരിത്രം കുറിക്കുമോ അതോ ലോകം കണ്ട മറ്റൊരു പരാജയപ്പെട്ട സമാധാന ശ്രമമായി മാറുമോ? ഏതായാലും ബോർഡ് ഓഫ് പീസ് ഒരു വലിയ മാറ്റത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇത് ലോകത്ത് സമാധാനം കൊണ്ടുവരുമോ അതോ കൂടുതൽ തർക്കങ്ങൾക്ക് വഴിവെക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം. ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ നിർണായകമായ വാർത്തകളാണ്. ഒരു വമ്പൻ രാഷ്ട്രീയ നാടകത്തിന് ശേഷം ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. അതെ, 2026 ഫെബ്രുവരി 12 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BNP ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി വമ്പൻ വിജയം നേടിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കാലം കണ്ട ബംഗ്ലാദേശ് അല്ല ഇനി കാണാൻ പോകുന്നത്. സമാധാന നൊബേൽ ജേതാവായ മുഹമ്മദ് യൂനിസിന്റെ 18 മാസത്തെ ഇന്ററിം ഗവൺമെന്റ് ഇടക്കാല ഭരണം അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കത്തിലേക്കാണ്. പണ്ട് ഇന്ത്യയുടെ കണ്ണിലെ കരടായിരുന്ന താരിഖ് റഹ്മാനെ ഇന്ന് ന്യൂഡൽഹി ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? മുഹമ്മദ് യൂനിസിന് കഴിയാത്തത് താരിഖിന് കഴിയുമോ? ഇന്ത്യയുടെ അയൽപക്കത്തെ ഈ പുതിയ മാറ്റത്തിന്റെ കഥകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മുഹമ്മദ് യൂനിസിന്റെ പതനത്തെക്കുറിച്ച് നോക്കാം. ഷെയ്ഖ് ഹസീന ഒളിച്ചോടിയപ്പോൾ ലോകം കരുതിയത് യൂനിസിലൂടെ ബംഗ്ലാദേശ് ശാന്തമാകുമെന്നാണ്. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നാണ്. യൂനിസിന്റെ 18 മാസത്തെ ഭരണകാലത്ത് ഇന്ത്യയുമായുള്ള ബന്ധം വല്ലാതെ ഉലഞ്ഞു. ഹസീനയെ ഇന്ത്യ സംരക്ഷിക്കുന്നു എന്ന് അദ്ദേഹം പരസ്യമായി ആരോപിച്ചു. അതിലും പ്രധാനമായി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ അദ്ദേഹം നിസ്സാരവൽക്കരിച്ചു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര സുഖകരമായൊരു നീക്കമായിരുന്നില്ല. അതുമാത്രമല്ല, യൂനിസിന്റെ കാലത്ത് പാകിസ്ഥാനുമായുള്ള ബന്ധം ബംഗ്ലാദേശ് പുതുക്കി. 1971 ശേഷം ആദ്യമായി പാകിസ്ഥാൻ കപ്പൽ ചട്ടോഗ്രാമിൽ എത്തിയത് ഇന്ത്യക്ക് വലിയൊരു സെക്യൂരിറ്റി അലാമായിരുന്നു. എന്നാൽ ഇപ്പോൾ സീൻ ആകെ മാറിയിരിക്കുകയാണ്. ലണ്ടനിൽ 17 വർഷത്തെ പ്രവാസത്തിന് ശേഷം തിരിച്ചെത്തിയ താരിഖ് റഹ്മാൻ ഇപ്പോൾ പ്രധാനമന്ത്രിയാണ്. തന്റെ അമ്മ ഖാലിദ സിയുടെ മരണശേഷം പാർട്ടി ഏറ്റെടുത്ത അദ്ദേഹം പക്വതയുള്ളൊരു നേതാവായാണ് ഇപ്പോൾ പ്രകടമാകുന്നത്. ഇന്ത്യ ഇദ്ദേഹത്തെ വിശ്വസിക്കാൻ പ്രധാന കാരണം താരിഖിന്റെ പുതിയ പ്രായോഗികമായ സമീപനവുമാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ താരിഖ് റഹ്മാനെ പിന്തുണയ്ക്കുന്നത്? ഇതിന് പിന്നിൽ കൃത്യമായ സ്ട്രാറ്റജിക് ഇൻട്രസ്റ്റുകളുണ്ട്. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം താരിഖ് റഹ്മാൻ വിജയിച്ച ഉടനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നേരിട്ട് ധാക്കയിലെത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഇന്ത്യ തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ട്. മുഹമ്മദ് യൂനിസ് ഒരു അപോളിറ്റിക്കൽ വ്യക്തിയായിരുന്നു. അതായത് മുഹമ്മദ് യൂനിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നാൽ താരിഖ് റഹ്മാൻ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, അതായത് BNP പോലൊരു പ്രസ്ഥാനത്തിന്റെ തലവനാണ്. തീവ്ര നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമിയെ നിയന്ത്രിക്കാനും രാജ്യത്ത് സ്റ്റെബിലിറ്റി കൊണ്ടുവരാനും ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ കഴിയൂവെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നു. താരിഖ് റഹ്മാൻ ലണ്ടനിൽ വെച്ച് തന്നെ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തന്റെ പഴയ ആന്റി ഇന്ത്യ ഇമേജ് മാറ്റി ഇന്ത്യയുടെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായി നോക്കിയാലും ഇന്ത്യക്ക് ബംഗ്ലാദേശ് വളരെ പ്രധാനമാണ്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള ട്രാൻസിറ്റ് സൗകര്യങ്ങളും റെയിൽവേ ലിങ്കുകളും
സുഗമമായി നടക്കണമെങ്കിൽ ബംഗ്ലാദേശിൽ ഒരു സുസ്ഥിരമായ സർക്കാർ വേണം. യൂനിസിന്റെ കാലത്ത് മന്ദഗതിയിലായ പല പ്രൊജക്ടുകളും താരിഖിന്റെ വരവോടെ വേഗത കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം വിസ സർവീസസ് ആണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം താരിഖ് റഹ്മാൻ ചുമതലയേറ്റതോടെ ഇന്ത്യയിലേക്കുള്ള വിസ സേവനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസമാകും. താരിഖ് റഹ്മാന്റെ വിദേശ നയം ബംഗ്ലാദേശ് ഫസ്റ്റ് എന്നതാണെങ്കിലും ഇന്ത്യയുമായി ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. ചൈനയുടെ സ്വാധീനം ബംഗ്ലാദേശിൽ വർദ്ധിക്കുന്നത് തടയാൻ ഇന്ത്യക്ക് താരിഖിനെ പോലെ ഒരു പ്രായോഗിക നേതാവിനെ ഇപ്പോൾ ആവശ്യമാണ്. ചുരുക്കത്തിൽ വൈകാരികമായ ബന്ധങ്ങളെക്കാൾ പ്രായോഗികമായ നയതന്ത്രത്തിനാണ് ഇന്ത്യ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. മുഹമ്മദ് യൂനസ് എന്ന വിശ്വപൗരനേക്കാൾ ഗ്രൗണ്ട് ലെവലിൽ സ്വാധീനമുള്ള താരിഖ് റഹ്മാൻ എന്ന രാഷ്ട്രീയക്കാരനെ ഇന്ത്യ വിശ്വസിക്കുന്നു. ഇത് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ്. ലോകത്തെ തന്നെ ഏറ്റവും പവർഫുള്ളായ ഒരു കുടുംബത്തെ പിടിച്ചുലച്ച വമ്പൻ വാർത്തയെക്കുറിച്ചാണ്. രാജകുടുംബത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായത്തെക്കുറിച്ചാണ്. അതെ, ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ആൻഡ്രൂ രാജകുമാരൻ അറസ്റ്റിലായിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ബ്രിട്ടൻ മാത്രമല്ല, ലോകം മുഴുവൻ ഇപ്പോൾ ഞെട്ടി നിൽക്കുകയാണ്. എലിസബത്ത് രാജ്ഞിയുടെ പ്രിയപ്പെട്ട മകൻ ആൻഡ്രൂ രാജകുമാരൻ എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ആരോപണ നിഴലിലായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ്. കേവലം ഒരു ആരോപണം എന്നതിലുപരി ഗൗരവകരമായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് ഈ നടപടി. ഈ അറസ്റ്റ് ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ഭാവി തന്നെ അവതാളത്തിലാക്കുമോ? ചാൾസ് രാജാവ് തന്റെ സഹോദരനെ രക്ഷിക്കാൻ ശ്രമിക്കുമോ? നോക്ക്, എന്താണ് ആൻഡ്രൂ രാജകുമാരനെ ഇത്ര വലിയ കുരുക്കിലാക്കിയത്? പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം. ശതകോടീശ്വരനും കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയുമായിരുന്ന ജെഫ്രി എപ്സ്റ്റീനുമായുള്ള ആൻഡ്രൂവിന്റെ സൗഹൃദമാണ് ഇതിന്റെ എല്ലാം തുടക്കം. എപ്സ്റ്റീന്റെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ദ്വീപുകളിലും വസതികളിലും നടന്ന പെൺവാണിഭ സംഘങ്ങളിൽ ആൻഡ്രൂ സജീവമായിരുന്നുവെന്നാണ് ആരോപണം. വിർജീനിയ ഗിഫ്രെ എന്ന യുവതി തനിക്ക് 17 വയസ്സുള്ളപ്പോൾ ആൻഡ്രൂ തന്നെ പീഡിപ്പിച്ചുവെന്ന് പരസ്യമായി വെളിപ്പെടുത്തിയിരുന്നു. വർഷങ്ങളോളം ഈ കേസുകൾ സെറ്റിൽമെന്റിലൂടെയും സ്വാധീനം ഉപയോഗിച്ചും ഒതുക്കി തീർക്കാൻ ശ്രമിച്ചെങ്കിലും പുതിയ തെളിവുകളും സാക്ഷിമൊഴികളും പുറത്തു വന്നതോടെ ലണ്ടൻ പോലീസ് ആൻഡ്രൂവിനെതിരെ ശക്തമായ നടപടിയെടുക്കുകയായിരുന്നു. ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം മനുഷ്യക്കടത്ത്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇയാളുടെ മേൽ ചുമത്തിയിരിക്കുന്നത് എന്നാണ് സൂചന. എലിസബത്ത് രാജ്ഞി ജീവിച്ചിരുന്നപ്പോൾ ലഭിച്ചിരുന്ന ആ ഒരു സംരക്ഷണം ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. വർഷങ്ങളായി ആൻഡ്രൂ രാജകുമാരൻ ഈ കേസുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയായിരുന്നു. രാജ്ഞി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പരിധിവരെ സംരക്ഷണം ലഭിച്ചിരുന്നു. എന്നാൽ ചാൾസ് രാജാവ് അധികാരമേറ്റതോടെ രാജകുടുംബത്തിന്റെ ഇമേജ് സംരക്ഷിക്കാൻ ആൻഡ്രൂവിനെ എല്ലാ ഔദ്യോഗിക പദവികളിൽ നിന്നും നേരത്തെ തന്നെ മാറ്റി നിർത്തിയിരുന്നു. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ഇത്ര വലിയ ചർച്ചയാകുന്നത്? ബ്രിട്ടീഷ് രാജഭരണം നിലനിൽക്കുന്നത് ജനങ്ങളുടെ ബഹുമാനത്തിന്മേലാണ്. എന്നാൽ ആൻഡ്രൂവിനെ പോലെയുള്ള ഉന്നതർ ഇത്തരം ക്രിമിനൽ കേസുകളിൽ കുടുങ്ങുമ്പോൾ സാധാരണക്കാർ ചോദിക്കുന്നത് നമുക്ക് എന്തിനാണ് ഇങ്ങനെ ഒരു രാജകുടുംബം എന്നാണ്. അബോളിഷ് ദി മൊണാർക്കി എന്ന ഹാഷ്ടാഗുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. ഈ അറസ്റ്റ് കൊട്ടാരത്തിനുള്ളിൽ വലിയൊരു ഭൂകമ്പമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ചാൾസ് രാജാവ് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ഒരു വശത്ത് തന്റെ സ്വന്തം സഹോദരൻ, മറുവശത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജകുടുംബത്തിന്റെ അന്തസ്സ്. ആൻഡ്രൂവിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് ബ്രിട്ടനിലെ ജനങ്ങളെ പ്രകോപിപ്പിക്കും. കാരണം സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ചാണ് ഈ രാജകുടുംബം ആഡംബര ജീവിതം നയിക്കുന്നത്. ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ ഈ പണം ഉപയോഗിക്കുന്നത് ജനങ്ങൾ അനുവദിക്കില്ല. വില്യം രാജകുമാരൻ ഈ വിഷയത്തിൽ വളരെ കർക്കശമായ നിലപാടിലാണ് എന്നാണ് കൊട്ടാര വൃത്തങ്ങൾ നൽകുന്ന സൂചന. രാജകുടുംബത്തിന്റെ ഭാവിക്ക് ആൻഡ്രൂ ഒരു ഭീഷണിയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഹാരി രാജകുമാരൻ നേരത്തെ തന്നെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തുപോയ സാഹചര്യത്തിൽ ആൻഡ്രൂവിന്റെ ഈ അറസ്റ്റ് കൂടി ആയതോടെ രാജകുടുംബം ഒരു നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. ഇനി നിയമപരമായ വശങ്ങൾ നോക്കാം. ആൻഡ്രൂ രാജകുമാരനെ അമേരിക്കയ്ക്ക് കൈമാറുമോ എന്ന ചോദ്യം വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. എപ്സ്റ്റീൻ കേസിലെ പല കുറ്റകൃത്യങ്ങളും അമേരിക്കയിലാണ് നടന്നത്. ബ്രിട്ടീഷ് പോലീസ് ഇപ്പോൾ പ്രാഥമിക നടപടികളാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നിയമയുദ്ധങ്ങൾ തന്നെ നടക്കാൻ സാധ്യതയുണ്ട്. ഈ സംഭവം രാജകുടുംബത്തിലെ മറ്റ് അംഗങ്ങളെയും ബാധിക്കുന്നുണ്ട്. വില്യം രാജകുമാരനും കേറ്റ് മിഡിൽട്ടണും ജനങ്ങൾക്കിടയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആൻഡ്രൂവിനെ പോലെയുള്ളവരുടെ പ്രവൃത്തികൾ ആ ശ്രമങ്ങളെല്ലാം തകർക്കുകയാണ്. ബ്രിട്ടനിലെ സാധാരണക്കാരായ നികുതിദായകർ പറഞ്ഞത് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ തങ്ങളുടെ പണം ചിലവാക്കരുത് എന്നാണ്. ഇത് വലിയൊരു പ്രതിഷേധമായി മാറാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ആൻഡ്രൂ രാജകുമാരന്റെ അറസ്റ്റ് ബ്രിട്ടീഷ് രാജഭരണത്തിന്റെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ഇത് കേവലം ഒരാളുടെ വീഴ്ചയല്ല, മറിച്ച് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഭരണകൂടത്തിന്റെ ധാർമ്മികമായ തകർച്ച കൂടിയാണ്. ചാൾസ് രാജാവിന്റെ ഭരണകാലത്ത് രാജകുടുംബത്തിന് ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി ഈ അറസ്റ്റ് മാറും. ആൻഡ്രൂ കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ രാജകുടുംബത്തിന് അവരുടെ പല ആനുകൂല്യങ്ങളും നഷ്ടമായേക്കാം. നയതന്ത്രത്തിന്റെ ചടുലമായ നീക്കങ്ങൾക്കിടയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്റെ റിയൽ എസ്റ്റേറ്റ് ബുദ്ധിയും തമാശയും ഒരുപോലെ പ്രയോഗിച്ചാൽ എങ്ങനെയുണ്ടാകും?
ഗസയിലെ യുദ്ധം അവസാനിക്കണമെങ്കിൽ അവിടെ ആയുധങ്ങൾക്കല്ല, മറിച്ച് ഡോളറുകൾക്കും ടൂറിസം റിസോർട്ടുകൾക്കുമാണ് സ്ഥാനമെന്ന് ലോകത്തോട് പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടണിലെ ബോർഡ് ഓഫ് പീസ് മീറ്റിംഗിൽ ട്രംപ് നടത്തിയ ആ അപ്രതീക്ഷിത തമാശ ഇന്ന് ലോകം മുഴുവൻ ചിരിക്കുകയാണ്. തന്റെ മുന്നിലിരുന്ന പരാഗ്വേയുടെ യുവ പ്രസിഡന്റ് സാന്റിയാഗോ പെനയെ നോക്കി ട്രംപ് പരസ്യമായി പറഞ്ഞു, എനിക്ക് സുന്ദരന്മാരായ യുവാക്കളെ ഇഷ്ടമല്ല, എനിക്ക് സ്ത്രീകളെയാണ് ഇഷ്ടം. സദസ്സിൽ ചിരി പടർത്തിയ ഈ ഒരൊറ്റ ഡയലോഗിലൂടെ ട്രംപ് വീണ്ടും തെളിയിച്ചു താൻ മറ്റേതൊരു ലോക നേതാവിനേക്കാളും വ്യത്യസ്തനാണ് എന്ന്. എന്നാൽ ഈ ചിരിക്കപ്പുറം പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാനുള്ള ട്രംപിന്റെ ഏറ്റവും വലിയ ചൂതാട്ടം അവിടെ അരങ്ങേറുകയായിരുന്നു. ഗസയെ ഒരു മിഡിൽ ഈസ്റ്റ് റിവിയേറയാക്കി മാറ്റാൻ $10 ബില്യൺ US ഫണ്ടും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള കോടികളുടെ വാഗ്ദാനവും ട്രംപ് ഉറപ്പിച്ചു കഴിഞ്ഞു. തകർന്നുപോയ മണ്ണിൽ സമാധാനം കൊണ്ടുവരാൻ ട്രംപ് ഉപയോഗിക്കുന്ന ഈ ബിസിനസ് മോഡൽ ലോകത്തെ രക്ഷിക്കുമോ അതോ കൂടുതൽ വിവാദങ്ങളിലേക്ക് നയിക്കുമോ? ഈ കൗതുകരമായ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് നോക്കാം. സദസ്സിൽ ചിരി പടർത്തിയ ഈ പരാമർശം കേവലം ഒരു തമാശയാണോ അതോ ട്രംപിന്റെ കൗശലപൂർണമായ നയതന്ത്ര ശൈലിയാണോ? പക്ഷേ ഈ തമാശയ്ക്കപ്പുറം ഗാസയിലെ യുദ്ധം നിർത്താനും ആ പ്രദേശം പുനർനിർമ്മിക്കാനും ട്രംപ് മുന്നോട്ട് വെച്ച വമ്പൻ പ്ലാനുകൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഗാസയ്ക്കായി $10 ബില്യൺ ഏകദേശം 83,000 കോടി രൂപ നൽകാൻ അമേരിക്ക തയ്യാറെടുക്കുകയാണ്. വാഷിംഗ്ടണിൽ കനത്ത സുരക്ഷയിലായിരുന്നു മീറ്റിംഗ് നടന്നത്. പരാഗ്വേയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായ സാന്റിയാഗോ പെനയെ സ്വീകരിക്കുന്നതിനിടെയാണ് ട്രംപ് തന്റെ ഓഫ് സ്ക്രിപ്റ്റ് പ്രകടനം നടത്തിയത്. സാന്റിയാഗോ വളരെ ഹാൻസം ആണ്, എനിക്ക് സുന്ദരന്മാരായ യുവാക്കളെ ഇഷ്ടമല്ല, താൻ സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നു എന്ന് ട്രംപ് പറഞ്ഞപ്പോൾ സദസ്സിൽ വൻ കയ്യടിയും ചിരിയും ഉയർന്നു. സാധാരണഗതിയിൽ രാഷ്ട്രതലവന്മാർ ഇത്തരം വേദികളിൽ വളരെ ഗൗരവത്തിലാണ് പെരുമാറാറുള്ളത്. എന്നാൽ ട്രംപ് അങ്ങനെയല്ല. അദ്ദേഹം ഗൗരവമേറിയ രാഷ്ട്രീയത്തെ ഒരു ബിസിനസ് ഡീൽ പോലെ കൈകാര്യം ചെയ്യുന്നു. സദസ്സുമായി ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം തമാശകൾ അദ്ദേഹത്തെ സഹായിക്കാറുമുണ്ട്. പക്ഷേ ഈ ചിരികൾക്കിടയിൽ അദ്ദേഹം മുന്നോട്ട് വച്ച സമാധാന പ്ലാൻ അത്യന്തം ഗൗരവമുള്ള ഒന്നാണ്. എന്താണ് ഈ ബോർഡ് ഓഫ് പീസ്? ട്രംപ് തന്നെ ചെയർമാനായ ഈ പുതിയ സംഘടനയ്ക്ക് ഗാസയെ അടിമുടി മാറ്റുക എന്ന വലിയ ദൗത്യമാണുള്ളത്. 2026 ഫെബ്രുവരി 19 നടന്ന മീറ്റിംഗിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഒരു അന്താരാഷ്ട്ര സമാധാന സേനയെ അയക്കാൻ തീരുമാനമായിട്ടുണ്ട്. അൽബേനിയ, ഇന്തോനേഷ്യ, കസാക്കിസ്ഥാൻ, കൊസോവോ, മൊറോക്കോ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനായി സൈന്യത്തെ വിട്ടു നൽകും. അമേരിക്കൻ വിദേശ സഹായങ്ങൾ സാധാരണഗതിയിൽ വെട്ടിക്കുറയ്ക്കുന്ന ട്രംപ് ഗാസയുടെ പുനർനിർമ്മാണത്തിനായി $10 ബില്യൺ വാഗ്ദാനം ചെയ്തത് വലിയ നയമാറ്റമാണ്. ഇതിനു പുറമെ ഖത്തർ, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ ഓരോ $1 ബില്യൺ വീതം സമാധാന ഫണ്ടിലേക്ക് നൽകും. നമുക്ക് ഗാസയെ സമാധാനപൂർണ്ണമാക്കണം, അവിടെ വമ്പൻ സിറ്റികളും ബിസിനസ്സുകളും വരണം എന്നാണ് ട്രംപ് പറയുന്നത്. ഇവിടെയാണ് ട്രംപിന്റെ ബിസിനസ് മോഡൽ നയതന്ത്രം പ്രകടമാകുന്നത്. രാഷ്ട്രീയമായ തർക്കങ്ങളെക്കാൾ സാമ്പത്തിക ലാഭത്തിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നത്. ഗാസയുടെ കടൽ തീരത്ത് ദുബായ് മോഡലിൽ വമ്പൻ ഹോട്ടലുകളും റിസോർട്ടുകളും നിർമ്മിക്കാനുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റായിട്ടാണ് പലരും ഇതിനെ കാണുന്നത്. ജേറഡ് കുഷ്ണർ അവതരിപ്പിച്ച ന്യൂ ഗാസ പ്ലാൻ പ്രകാരം യുദ്ധം തകർത്ത പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. പക്ഷേ ഇതിൽ ചില വെല്ലുവിളികളുമുണ്ട്. പലസ്തീൻ ജനതയെ ഈ ചർച്ചകളിൽ നേരിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നു. സമാധാനത്തിന് പണം മാത്രം മതിയോ അതോ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വേണോ എന്നതാണ് പ്രധാന ചോദ്യം. എങ്കിലും ട്രംപ് തന്റെ ദൗത്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ മോഡൽ വിജയിച്ചാൽ ലോകത്തെ മറ്റ് സംഘർഷ മേഖലകളിലും ട്രംപ് ഈ ബോർഡ് ഓഫ് പീസ് പരീക്ഷിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ തമാശ ഒരു ലഘുവായ നിമിഷമായിരുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ പ്ലാൻ ലോകത്തിനൊരു വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. സൈനിക ആക്രമണങ്ങളിലൂടെ അല്ലാതെ സാമ്പത്തിക വികസനത്തിലൂടെ സമാധാനം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഗാസയിലെ ജനങ്ങൾക്ക് ഇത് പുതിയൊരു പ്രഭാതം സമ്മാനിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തെയും ലോക സാമ്പത്തിക ക്രമത്തെയും തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വമ്പൻ ഭൗമരാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ് ഇനി. ദശാബ്ദങ്ങളായി തോളോട് തോൾ ചേർന്ന് നിന്ന് സൗദി അറേബ്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഇന്നൊരു തുറന്ന പോരിലേക്ക് നീങ്ങുകയാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുള്ള ഖത്തർ ഉപരോധത്തിന് സമാനമായ അഥവാ അതിനേക്കാൾ ഗൗരവമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഗൾഫിൽ നിലനിൽക്കുന്നത്. 2025 ഡിസംബറിൽ യമനിലെ അൽ മുക്കല്ല തുറമുഖത്തിന് സമീപം UAE പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ സൗദി നടത്തിയ ബോംബ് ആക്രമണം ഈ ബന്ധത്തിലെ വിള്ളൽ എത്രത്തോളം വലുതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. റിയാദും അബുദാബിയും തമ്മിലുള്ള ഈ പവർ സ്ട്രഗിൾ കേവലം ഒരു പ്രാദേശിക തർക്കമല്ല. ഇത് ആഗോള എണ്ണ വിപണിയെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കും? വിശദമായി നോക്കാം. യമനാണ് ഈ ഒരു തർക്കത്തിന്റെ പ്രഭവ കേന്ദ്രം.
ഹൂതികൾക്കെതിരെ ഒന്നിച്ചു പോരാടാൻ ഇറങ്ങിയ സൗദിയും UAEയും ഇന്ന് യമനിലെ വ്യത്യസ്ത വിഭാഗങ്ങളെയാണ് പിന്തുണയ്ക്കുന്നത്. 2025 അവസാനത്തോടെ UAE പിന്തുണയുള്ള സദേൺ ട്രാൻസിഷണൽ കൗൺസിൽ STC ദക്ഷിണ യമനിൽ വൻ മുന്നേറ്റം നടത്തി. ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കണ്ട സൗദി അപ്രതീക്ഷിതമായി വ്യോമാക്രമണം നടത്തിയാണ് പ്രതികരിച്ചത്. ഇന്ന് യമൻ ഒരു പ്രോക്സി യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യ യമനിലെ ഔദ്യോഗിക ഗവൺമെന്റിനെ പിന്തുണയ്ക്കുമ്പോൾ UAE തന്ത്രപ്രധാനമായ തുറമുഖങ്ങളെയും കടൽപാതകളെയും നിയന്ത്രിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ താൽപര്യങ്ങളുടെ വൈരുദ്ധ്യം 2026 തുടക്കത്തിൽ ഈ രണ്ട് രാജ്യങ്ങളെയും ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. യമന് പുറമെ മറ്റൊരു വലിയ യുദ്ധം നടക്കുന്നത് ബിസിനസ് ലോകത്താണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030 ഇതിന്റെ പ്രധാന കാരണമാണ്. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ സൗദിയെ മേഖലയിലെ ഏക സാമ്പത്തിക കേന്ദ്രമാക്കണം, അതായത് ഗ്ലോബൽ ബിസിനസ് ഹബ് ആക്കണം. ഇതിനായിട്ട് ആഗോള കമ്പനികളോട് തങ്ങളുടെ റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് റിയാദിലേക്ക് മാറ്റാൻ സൗദി കർശനമായി ആവശ്യപ്പെടുന്നു. ഇത് ദുബായിയുടെയും അബുദാബിയുടെയും ബിസിനസ് മേധാവിത്വത്തിന് നേരിട്ടുള്ള വെല്ലുവിളിയാണ്. എണ്ണ ഉൽപാദനത്തിന്റെ കാര്യത്തിലും ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. UAE തങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ച് പരമാവധി വരുമാനം ഇപ്പോൾ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സൗദി എണ്ണവില നിയന്ത്രിക്കാനായി ഉൽപാദനം കുറയ്ക്കാനാണ് OPEC യോഗങ്ങളിൽ വാദിക്കുന്നത്. ഈ ഇക്കണോമിക് വാർ കാരണം പല കമ്പനികളും ഏത് രാജ്യം തിരഞ്ഞെടുക്കണം എന്ന ആശയക്കുഴപ്പത്തിലാണ്. ഇവിടെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉള്ളത്. സൗദി അറേബ്യയും UAEയും ഇപ്പോൾ വ്യത്യസ്ത നയതന്ത്ര സഖ്യങ്ങൾ ഉണ്ടാക്കുകയാണ്. 2025 സെപ്റ്റംബറിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു വമ്പൻ പ്രതിരോധ കരാറിൽ സ്ട്രാറ്റജിക് മാനുവൽ ഡിഫൻസ് എഗ്രിമെന്റിൽ ഒപ്പിട്ടു. ഒരു രാജ്യത്തിന് നേരെയുള്ള ആക്രമണം ഇരുവർക്കും നേരെയുള്ള ആക്രമണമായി കാണും എന്ന ഈ ഒരു കരാർ ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മറുഭാഗത്ത് UAE ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമാണ് പുലർത്തുന്നത്. 2026 ജനുവരിയിൽ UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് ഇന്ത്യ സന്ദർശിക്കുകയും $200 ബില്യൺ വ്യാപാര ലക്ഷ്യവും തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തവും പ്രഖ്യാപിക്കുകയും ചെയ്തു. AI ഇംപാക്ട് സമ്മിറ്റിൽ പങ്കെടുക്കാൻ 2026 ഫെബ്രുവരിയിൽ അബുദാബി കിരീടാവകാശി വീണ്ടും ഇന്ത്യയിലെത്തി. അതായത് സൗദി പാകിസ്ഥാനോട് അടുക്കുമ്പോൾ UAE ഇന്ത്യയോടൊപ്പം ചേർന്ന് ഒരു പുതിയ അച്ചുതണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന് വേണം കരുതാൻ. ഈ ഒരു മത്സരം ഇപ്പോൾ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും വ്യാപിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. സുഡാനിലെ ആഭ്യന്തര യുദ്ധത്തിൽ സൗദി സൈന്യത്തെ പിന്തുണയ്ക്കുമ്പോൾ UAE വിമത ഗ്രൂപ്പായ RSFനെ സഹായിക്കുന്നതായി ആരോപണമുണ്ട്. സൊമാലിയയിലും എറിത്രിയയിലും ഇരുവരും സ്വാധീനത്തിനായി മത്സരിക്കുന്നു. ചെങ്കടലിലെ, അതായത് റെഡ് സീയുടെ നിയന്ത്രണം ആർക്കായിരിക്കുമെന്ന ചോദ്യമാണ് ഈ മത്സരങ്ങൾക്ക് പിന്നിൽ. ആധുനിക സാങ്കേതിക വിദ്യയിലും AI മേഖലയിലും സൗദിയേക്കാൾ മുൻപിലാണെന്ന് UAE അവകാശപ്പെടുമ്പോൾ തങ്ങളാണ് അറബ് ലോകത്തെ വല്യേട്ടൻ എന്ന് സൗദി ആവർത്തിക്കുന്നു. ചുരുക്കത്തിൽ സൗദി അറേബ്യയും UAEയും തമ്മിലുള്ള ഈ അധികാര വടംവലി പശ്ചിമേഷ്യയുടെ രാഷ്ട്രീയ ഭൂപടത്തെ അടിമുടി മാറ്റിവരയ്ക്കുകയാണ്. മധ്യസ്ഥ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ഇരുപക്ഷവും തയ്യാറല്ല. ഇത് ഗൾഫിനെ മറ്റൊരു പ്രതിസന്ധിയിലേക്ക് നയിക്കുമോ അതോ ആരോഗ്യകരമായ ഒരു മത്സരമായി മാറുമോ എന്ന് കാത്തിരുന്ന് കാണണം. ലോകം വലിയ മാറ്റങ്ങളുടെ ഒരു വിഭജന രേഖയിലാണ്. വെല്ലുവിളികൾ ഒരുപാട് ഒരു വശത്തുണ്ടെങ്കിലും ഓരോ പ്രതിസന്ധിയും പുതിയ സാധ്യതകളിലേക്കുള്ള വാതിലുകളാണ് തുറക്കുന്നത്. ട്രംപിന്റെ സമാധാന നീക്കങ്ങൾ ഗസയിൽ പുതിയൊരു പുലരി കൊണ്ടുവരുമെന്നും സൗദിയും UAEയും തമ്മിലുള്ള മത്സരം ലോകത്തിന് പുതിയ സാമ്പത്തിക അവസരങ്ങൾ നൽകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നയതന്ത്ര തലത്തിൽ ഇന്ത്യ കാണിക്കുന്ന പക്വത വരും നാളുകളിൽ നമ്മുടെ അയൽപക്കത്തെ സമാധാനപൂർണ്ണമാക്കും. മാറ്റങ്ങളെ ഭയപ്പെടാതെ പ്രായോഗികമായ പരിഹാരങ്ങളിലൂടെ ലോകം വീണ്ടും ശാന്തമാകട്ടെ. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.